Hello viewers, namaste, welcome back to my video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഓപ്ഷൻ ട്രേഡിംഗിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ എക്സാമ്പിളിൽ എടുത്തു വെച്ചിരിക്കുന്നത് നിഫ്റ്റിയാണ്. മേഖല വരുന്നതാണ് മാർക്കറ്റ് റേറ്റ് 19,971. ഈ ഒരു ബൈയുടെ ബേസിലാണ് ഞാൻ ഈ വീഡിയോ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഈ ബൈ സിഗ്നൽ അല്ലെങ്കിൽ ബൈ സിഗ്നൽ വരുമ്പോഴത്തേക്ക് ഗ്രീൻ അപ്പ് ആരോ ബൈ ആണ്, റെഡ് ഡൗൺ ആരോ സെല്ലാണ്. നിഫ്റ്റിയിൽ ബൈ വരുമ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ ബയേഴ്സ് കോൾ ഓപ്ഷനിൽ പോയി ബൈ എടുക്കണം. ഓപ്ഷൻ സെല്ലേഴ്സ് ആണെങ്കിൽ പുട്ട് ഓപ്ഷനിൽ പോകണം. ഇപ്പോൾ ഞാൻ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ഇതിലാണ് പറയുന്നത്. സെല്ല് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ ഓപ്ഷൻ, ഇത് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് ഓപ്ഷൻ ചെയിൻ അവൈലബിൾ ആണ്. അതായത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് സ്ട്രൈക്കാണോ ആ സ്ട്രൈക്കിൻ്റെ ചാർട്ടിലാണ് നമുക്ക് മെയിൻ കൺഫർമേഷൻ. അവിടെ നമുക്കൊരു ബൈ സിഗ്നൽ ഉണ്ടായിരിക്കണം. അവിടെ നമുക്കൊരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുത്തേച്ചാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ദ സിഗ്നൽ. നമുക്കിവിടെ ബൈ സിഗ്നൽ വരുമ്പോൾ തന്നെ ഇതുപോലെ ഇൻഡിക്കേഷൻ തരും, അലേർട്ട് മെസ്സേജിൽ ഇൻഡിക്കേഷൻ തരും. അല്ലെങ്കിൽ ഏറ്റവും മേഖല നോക്കുക 19,842 എന്ന റേറ്റിൽ നിന്നപ്പോഴാണ് നിഫ്റ്റിയിൽ നമുക്ക് ബൈ സിഗ്നൽ കാണിച്ചത്. ഈ 842 800ൻ്റെ റേഞ്ചിൽ നിന്ന് ഇതിൻ്റെ ഏത് ഓപ്ഷൻ എടുക്കണം എന്നുള്ളത് ടോട്ടലി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ക്യാപിറ്റൽ എത്ര ഉണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇൻ ദ മണി, അറ്റ് ദ മണി അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണിയിൽ എടുക്കാം. ഇപ്പം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഇൻ ദ മണിയാണ്, കാരണം നമുക്ക് ഫാസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്ന ഇൻ ദ മണിയിലാണ്. അപ്പം 18,842 നിന്ന് ഇതിൻ്റെ ഓപ്ഷൻ ഇൻ ദ മണിയിലെ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 100-200 പോയിൻറ്റ്സ് നമുക്ക് താഴോട്ടെടുക്കാം. അതായത് നമുക്കൊരു 700 അല്ലെങ്കിൽ 19,600 എടുക്കാം. അപ്പം 19,700 19,600 എടുക്കാം. പക്ഷെ അപ്പം ഞാൻ എടുക്കുന്ന ആ സ്ട്രൈക്കിനകത്ത് എന്ത് കാണണം, അവിടെ നമുക്ക് സിഗ്നലും കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുക്കാം. ഇതാണ് ഓപ്ഷൻ ചെയിൻ. ഇതുണ്ടാ NFWC. NF എന്ന് വെച്ചാൽ നിഫ്റ്റി WK മീൻസ് വീക്ക്ലി C for കോൾ. അപ്പോൾ ഞാൻ 19,600 700 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, അവിടെ സിഗ്നൽ കാണിക്കണം. നമ്മൾ ഓപ്ഷൻ പെയർ ആയതുകൊണ്ട് നമുക്ക് അവിടെ ബൈ സിഗ്നൽ കാണിക്കണം. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന 19,600ൻ്റെ കോൾ ഓപ്ഷൻ്റെ തന്നെ ചാർട്ടാണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എന്താണ് ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എൻട്രി എക്സിറ്റൊക്കെ ഇതിനകത്ത് കാണിച്ചത് നമുക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടാവും. ഈ ഒരു പ്രീമിയത്തിന്, ഈ ഒരു ഓപ്ഷന് ഞാൻ ഈ ഒരു പ്രീമിയത്തിൽ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും രൂപയ്ക്ക് ഇതിനെ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാമെന്നുള്ള ഒരു ക്ലിയർ ഐഡിയ ഇതിനകത്ത് കിട്ടും. ഇപ്പം നോക്കി, ഇവിടെ നമുക്കൊരു ബൈ സിഗ്നൽ കാണിക്കണം. ഇപ്പോൾ ഓൾറെഡി ബൈ ഉണ്ട്. ഇനി ഇതിൻ്റെ കൺഫർമേഷൻ എന്ന് പറയുന്നത് താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് ബൈസൺ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുക്കുക. അതായത് ബൈ സിഗ്നൽ വന്ന ശേഷമാണ് നിങ്ങൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ടത്. താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം, പ്രൈസ് ബൈസോൺ. സിമ്പിളാണ്. ഇത് രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ട നിങ്ങളുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ, ആ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ മാർക്കറ്റ് റേറ്റിൽ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സിഗ്നൽ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ പ്രീമിയം 19,60 എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി എനിക്ക് സോഫ്റ്റ്വെയർ കാണിച്ചു തന്നു 270 ആ പ്രീമിയം ബൈ ചെയ്യാൻ. ഞാൻ നോക്കി കൺഫർമേഷൻ ഓക്കെ ഞാൻ 270 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ട്രേഡിംഗ് ടേമിൽ എൻ്റർ ചെയ്യുമ്പോൾ മേ ബി ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകും. 270 10 20 എന്തെങ്കിലും പോയിന്റിന് ശേഷം നമുക്ക് ചെറിയ വേരിയേഷൻ കിട്ടും. ഓക്കെ പോട്ടെ, 270 ഞാൻ അതിന് ബൈ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പം നമുക്കൊരു എക്സിറ്റ് ലെവൽ വേണ്ടേ, അതും സോഫ്റ്റ് താഴെ കാണിച്ചു തരും. 270 ഞാൻ ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് പറയുന്നത് 297 ഒരു എക്സിറ്റ് ഉണ്ട്, നമുക്ക് അവിടെ എക്സിറ്റ് ആകാം. 297 നമുക്ക് എക്സിറ്റ് ചെയ്യില്ലെങ്കിൽ 318 വരുന്നുണ്ട്, 318 എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 340 വരുന്നുണ്ട്, 340 എക്സിറ്റ് ചെയ്യാം. ഇത് ഈ ലെവൽസ് സോഫ്റ്റ്വെയർ കാണിച്ചു തരും. അപ്പം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും സേഫ് സൈഡാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം ഇതൊരു നല്ല ട്രെൻഡി മാർക്കറ്റ്, നമുക്ക് 3 ടാർഗറ്റ് ഇതാ 340 നമ്മൾ സോഫ്റ്റ് പറഞ്ഞത്. ഇപ്പം നിൽക്കുന്ന 385, അതായത് 270 ലെവലിൽ നിന്ന് 100 പോയിന്റ് മുകളിലോട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും നോക്കുന്ന ഓപ്ഷനിൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, അതുപോലെ അത് പോവുകയും ചെയ്യും. അപ്പം നമ്മൾ നോക്കേണ്ട എപ്പോഴും സേഫ് സൈഡ്. നിങ്ങൾ ആ ഇപ്പോൾ 270 297 എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ റൗണ്ട് ചെയ്ത് 300 ആണെങ്കിൽ നമുക്കൊരു ലോട്ടിൽ ആ ലോട്ട് സൈസ് കൂട്ടി വെച്ച് എങ്ങനെയാണെങ്കിലും ഒരൊറ്റ ട്രേഡിലോ ആ ഫസ്റ്റ് ടാർഗറ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഓപ്ഷനിൽ നമ്മൾ കറക്റ്റായിട്ട് എന്താണ് ഗ്രീഡിനെസ് ഇല്ലാതെ കറക്റ്റ് ആ ഒരു ലെവലിൽ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കസ്റ്റമേഴ്സിന് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് തന്നെ മതി, ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഇനഫാണ് പ്രോഫിറ്റ് വരാണ്ട്. ആ ഒരു ലെവലിൽ കഴിയുകയാണെന്നെങ്കിൽ നമുക്ക് ആ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് കീപ്പ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. നമ്മൾ നിഫ്റ്റിയുടെ മെയിൻ ചാർട്ട് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ മെയിൻ ചാർട്ട് നോക്കുക, അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻ പോണത്. അപ്പോൾ നമ്മൾ ഏത് ഓപ്ഷനാണ് സ്ട്രൈക്കാണെന്ന് ഡിസൈഡ് ചെയ്യുക. ആ സ്ട്രൈക്കിൻ്റെ ചാർട്ടിൽ നമുക്ക് സ്ട്രൈക്കിൻ്റെ ചാർട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക, ബൈസിക്കിൾ ഉണ്ടെന്ന് നോക്കുക, കൺഫേം ഉണ്ടെന്ന് നോക്കുക, ലെവൽ സോഫ്റ്റ്വെയർ തരും, എക്സിറ്റ് ലെവലിൽ സോഫ്റ്റ്വെയർ നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ അത് എക്സിറ്റ് ചെയ്ത് വെച്ചാൽ മതി. എൻട്രി എക്സിറ്റ് സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ സോഫ്റ്റ്വെയർ കാണിച്ചു തരും.
വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പം താഴത്തെ എൻ്റെ നമ്പർ കിടപ്പുണ്ട് 9061973737 വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ട്രയൽ ഡെമോ നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ട നമ്പർ 9061973737. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിന് ഡയറക്റ്റ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ചാറ്റിൽ വരാം, നിങ്ങൾക്ക് ഡെമോ ബുക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി.